പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാൻ ആക്രമണത്തിൽ ഹോർമൂസിലെ ചരക്ക് കപ്പലിന് തീപിടിച്ചിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. തെക്കൻ ഇറാനിൽ 140 കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്തിയെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുകയാണ്. സുരേഷ്, എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ യുദ്ധം അതിന്റെ ഭീകരത പുറപ്പെടുവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ തലത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് അന്താരാഷ്ട്രപരമായി തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഹോർമൂസിൽ അടക്കം? അക്ഷയ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പശ്ചിമേഷ്യ സംഘർഷഭരിതം അല്ലെങ്കിൽ കലുഷിതം എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇന്നലെ രാത്രിയും ഇന്നിപ്പോൾ ഇതുവരെയുമുള്ള കാര്യങ്ങൾ പല മേഖലകളിൽ നിന്നുമായി നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതോടുകൂടിയാണ് ഇതിന്റെ തുടക്കം. 2 ചരക്ക് കപ്പലുകളാണ് ഇറാൻ ആക്രമിക്കുന്നത്. അതിൽ ഒരു ചരക്ക് കപ്പലിന് തീപിടിക്കുകയും ചെയ്തു. ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായി. മിനിറ്റുകൾ പോലും വേണ്ടി വന്നില്ല ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ. കാരണം അമേരിക്ക നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു, 1000 മിസൈലുകൾ ഉപയോഗിച്ച് പോലും ഇറാനെതിരെ ഞങ്ങൾ ആക്രമണം നടത്താൻ തയ്യാറാണെന്ന്. അതുപോലുള്ള ഒരു തിരിച്ചടിയാണ് തെക്കൻ ഇറാനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിരവധി ഇടങ്ങളിൽ, അത് ബഷ്കർ മേഖലയിലാണെങ്കിൽ, അതോടൊപ്പം തന്നെ ബന്ദർ അബ്ബാസിലാണെങ്കിൽ, ഗുഷൈമിലാണെങ്കിൽ, എല്ലാ ഇടങ്ങളിലും ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുകയാണ്. സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഈ 3rd റൗണ്ട് അറ്റാക്ക് എന്ന് അമേരിക്ക പറയുന്ന ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുള്ളൊരു തിരിച്ചടി 4 ഗൾഫ് രാജ്യങ്ങളിലായിട്ടാണ് ഇറാൻ നൽകുന്നത്. UAE-യിൽ ആക്രമണം ഉണ്ടാകുന്നു. UAE-യിൽ 69 ദിവസത്തിന് ശേഷമാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മെയ് 4-ന് ശേഷം ആദ്യമായി UAE-യിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയാണ്. കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഈ ആഴ്ചയിൽ 4ാം തവണയും ഈ മേഖലയിലേക്ക് ആക്രമണം നടത്തുകയാണ്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ആക്രമണം നടത്തിയത്. അതോടൊപ്പം തന്നെയാണ് ഖത്തറിലേക്കുള്ള ആക്രമണം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഖത്തറിലേക്കും, ഇങ്ങനെ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.